എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീദേവി മേനോൻ. നമ്മൾ എല്ലാവരും ജീവിതത്തിൽ എപ്പോഴും എന്തിനും ഏതിനും പരാതിപ്പെടുന്നവരാണ്, അല്ലെ? എപ്പോ നോക്കിയാലും കംപ്ലൈന്റുകളേ ഉള്ളൂ. എന്താ, പൈസ ഇല്ല, കുട്ടികളുടെ പഠിപ്പ് കഴിഞ്ഞിട്ടില്ല, വീട് പണി കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ജോലി സ്ഥലത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭാരം, വർക്ക് ലോഡ് കൂടുന്നു, ടെൻഷൻ, ഡിപ്രഷൻ, അങ്ങനെ. അപ്പൊ എന്താ വെച്ചാല് ഇതിനൊക്കെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ കാരണം. എന്താ അത്? നിങ്ങൾ ആരോഗ്യമുള്ള ആളാണ് എന്നുള്ളതാണ് ഇതിനുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒറ്റ കാരണം. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം, അതെന്താ ഇപ്പൊ ഇങ്ങനെ? പക്ഷേ അതാണ് സത്യം. നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സുണ്ടല്ലോ ഇങ്ങനെ പ്രശ്നങ്ങളെ തേടി ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കും. എന്നുവെച്ചാൽ ബോഡി ഫിറ്റാണ്, പക്ഷെ മനസ്സ് ഹാപ്പി അല്ല. മനസ്സിൽ 100 കൂട്ടം കാര്യങ്ങൾ കിടക്കുന്നു. അപ്പൊ അതിങ്ങനെ 1 by 1 ആയിട്ട് ഓരോന്നിന്റെ പിന്നാലെ തേടിപ്പോകും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഒരാള്, അല്ല വെച്ചാൽ ഒരു വേദന, ഭയങ്കരമായിട്ടുള്ള ഒരു അസുഖമുള്ള ഒരാള് എപ്പോഴും ആലോചിക്കുക എന്താ അറിയോ, ഈ ബെഡിൽ നിന്നൊന്ന് എണീറ്റ് എനിക്ക് പഴയ പോലെ ഒന്ന് എണീറ്റ് നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒന്ന് പറ്റിയാൽ മതി എന്നുള്ള ഒരേ ഒരു വിചാരം ഉണ്ടാവുള്ളൂ. എനിക്കത് നല്ലപോലെ മനസ്സിലാവും. എന്ന് വെച്ചാൽ 2014 ഞാൻ ഒന്ന് ICUയിൽ കിടന്നപ്പോ, ICUയിലേക്കൊക്കെ ഓടിയൊക്കെ പോയി. പക്ഷെ കൊളസ്ട്രോളൊക്കെ എല്ലാം ഹൈ ആയി, ബോഡിയിലത്തെ എന്തൊക്കെയുണ്ടോ അതെല്ലാ റീഡിങ്സും കൂടി. അപ്പൊ കൂടിയപ്പോ എന്നെ ICUയിൽ ഇങ്ങനെ എന്താ പറയാ 24 hours 48 hours ഒബ്സർവേഷനിൽ കിടത്തിയേക്ക. എപ്പൊ വേണമെങ്കിൽ എന്തും സംഭവിക്കാം എന്നുള്ള നിലയില് ഞാൻ നോക്കുമ്പോ എന്റെ മാല വരുന്നു, വള വരുന്നു, കമ്മൽ വരുന്നു, മൂക്കുത്തി വരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു, മൂക്കുത്തി എന്തിനാ വരുന്നേ? അപ്പൊ പറഞ്ഞു, എപ്പോഴാണ് ട്യൂബ് ഇടേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു ഞാൻ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്നുവെച്ചാൽ ബ്ലഡ് പ്രഷർ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ കംപ്ലീറ്റ് ICUയിലാവുമ്പോ അത്രയും വയ്യാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ ചുറ്റും. എന്നെ എസ്പെഷ്യലി എന്നെ മിഡിൽ കിടത്തിക്കുന്നത് വെച്ചാൽ എപ്പോഴാണ് എന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ മൂവ് ഔട്ട് ചെയ്യേണ്ടതെന്ന് നോക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, കയ്യുമ്മലാണെങ്കിൽ കുറച്ച് സൂചികൾ 2 കൈയിലും, കൈമലത്തെ അങ്ങോട്ട് തിരിയരുത് ഇങ്ങോട്ട് തിരിയരുത്, വെള്ളമൊക്കെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ തരുമായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈശ്വരന്മാരെ എന്തൊരു സുഖമായിരുന്നു നമ്മൾ ഓടി നടക്കുമ്പോ. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നു. വാഷ്റൂമിൽ പോകണു, വാഷ്റൂമിൽ പോവാം. നമുക്കിത് വാഷ്റൂമിൽ പോവാൻ തോന്നിയാലും നമുക്ക് പറ്റില്ലല്ലോ, 100 വക ട്യൂബുകൾ ഇട്ടേക്കാണേ. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് തോന്നും, ഈശ്വര പണ്ടത്തെ പോലെ ആരോഗ്യത്തോടു കൂടി ഇരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന്, അല്ലെ? അറബിയില് ഒരു പ്രൊവേർബ് ഉണ്ട്, എന്താ, ആരോഗ്യമുള്ളവന്റെ തലയിലെ കിരീടമാണ് ആരോഗ്യം. അത് ഒരു രോഗിക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ കാണാൻ പറ്റുള്ളൂ എന്നാണ് അവര് അത് മീൻ ചെയ്തേക്കണേ. അപ്പൊ ആരോഗ്യമുള്ളപ്പോ നമുക്ക് ഒന്നും തോന്നില്ല. ഇല്ലാത്തതിനെ കുറിച്ചിട്ടേ നമ്മൾ കംപ്ലൈന്റ് ഉണ്ടാവുള്ളൂ. എനിക്ക് അതില്ല, ഇതില്ല, വീട്ടില് കാറില്ല, അങ്ങനെ കൊച്ചു 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 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര പരാതികളാണ്. ആരോഗ്യം പോയാലോ നമ്മൾ ഏറ്റവും ആദ്യം ആലോചിക്കണേ, ആരോഗ്യം ഉണ്ടായാൽ മതിയായിരുന്നു. ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ എന്ത് വേണമെങ്കിൽ ചെയ്യാലോ. എന്ന് വെച്ചാൽ ഞാൻ അനുഭവസ്ഥയാണ് അതിന്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതോടുകൂടി ഞാൻ നിങ്ങളോട് പറയണേ. നമ്മള് പലപ്പോഴും ഓടുന്നത് പണത്തിന് പിന്നാലെയാണ്. പണം ഇല്ല വെച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ? പണത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തി, ആരോഗ്യം നഷ്ടപ്പെടുത്തി, എന്തും നഷ്ടപ്പെടുത്തി പണം ഉണ്ടാക്കണ്ടേ എന്നുള്ള ഒരു ഇതില് നമ്മൾ ഓടുകയാണ്, ലിറ്ററലി ഓടുന്നു. അപ്പൊ ആ ഓട്ടത്തില് നമ്മുടെ ആരോഗ്യം കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യുന്നു. ഉറക്കം പ്രോപ്പറായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ ഹെൽത്ത് കേടായി, ഭക്ഷണം കറക്റ്റ് ആയിട്ട് കഴിച്ചില്ലെങ്കിൽ ഹെൽത്ത് കേടാവും. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. പക്ഷെ പണമില്ലാണ്ട് എന്ത് ചെയ്യും? പണത്തിന് പിന്നാലോട് ലാസ്റ്റില് പണമൊക്കെ ഉണ്ടാക്കി നമുക്ക് ഇഷ്ടം പോലെ പൈസ കയ്യിൽ വരുമ്പോ നമ്മൾ ആ പൈസ എന്തിനു വേണ്ടിയിട്ടാ ഉപയോഗിക്കുന്നത്? ആലോചിച്ച് നോക്കിക്കോളൂ. എല്ലാവരും ഈ പോയ ആരോഗ്യം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആസ്പത്രിയിൽ ഈ പൈസ കൊണ്ട് കൊടുക്കും. ആക്ച്വലി ഇതൊരു കെണിയാണ്. കെണി എന്ന് പറയുമ്പോ ട്രാപ്പാണ്, അല്ലേ? നമ്മൾ പണത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് ഹെൽത്ത് ഒന്നും ശ്രദ്ധിക്കാണ്ട് ഓടി നടന്ന് നമ്മൾ പൈസ ഉണ്ടാക്കുന്നു. പക്ഷെ ആ പൈസ തിരിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ അപ്പയ്ക്കും ഹെൽത്ത് ഒക്കെ നമ്മുടെ കേടായിട്ടുണ്ടാവും. അപ്പോ ഇതൊരു കെണിയാണ് ആക്ച്വലി, അല്ലേ? നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സന്തോഷിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ ഏതൊരു പ്രശ്നവും നമുക്ക് നേരിട്ടത് ചെയ്യാവുന്നതേ ഉള്ളൂ, സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഇത് മാത്രമല്ല നമ്മൾ പറയുന്നത്, മെന്റലിയും നമ്മൾ ഹെൽത്തി ആവണം. ഫിസിക്കലിയും മെന്റലിയും ഹെൽത്തി ആയാൽ മാത്രമേ ആ ആള് കംപ്ലീറ്റ്ലി ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? ഫിസിക്കലി ഹെൽത്തി ആയിട്ട് എനിക്കൊരു അസുഖം ഇല്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിലൊരു 100,000 ടെൻഷൻ കൊണ്ട് നടന്നാൽ എങ്ങനെയുണ്ടാവും? അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടു. ഇതൊക്കെ ഇപ്പൊ ഉപദേശിക്കുമ്പോ നിങ്ങൾ വിചാരിക്കും, ഓ സതിദേവി എന്തിനെങ്ങനെയൊക്കെ ഇത്ര വല്ലാണ്ട് ഇതിൽ പറയുന്നത്. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യം മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ പലതും പല ഫേസസിൽ കൂടെ ഇങ്ങനെ കടന്നുപോയി ഇങ്ങനെ വന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് പറയുന്നതാണ്. ദിവസവും നമ്മളൊരു ഹാഫ് ആൻ അവർ 30 മിനിറ്റ് നടക്കുക. പിന്നെ നന്നായിട്ട് ഉറങ്ങണം. ഒരു 8 hours ഉറങ്ങണം. 8 ഇല്ലെങ്കിൽ മിനിമം ഒരു 6 hours എങ്കിലും കണ്ടിന്യൂസ് സ്ലീപ്പ് വേണം. പിന്നെ ഈ പ്രോസസ്ഡ് ഫുഡൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല ഭക്ഷണം, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നല്ല നല്ല ഭക്ഷണം, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കടയിൽ പോയിട്ട് ആപ്പിള്, മുന്തിരി അതൊന്നും കഴിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. സീസണൽ ഫ്രൂട്ട്സ്, അതായത് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കൊപ്പയ്ക്ക, പേരയ്ക്ക, അങ്ങനെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ, അതൊക്കെ കഴിച്ചാൽ മതി. പഴം, മിക്ക ആൾക്കാരുടെ വീട്ടിലും പഴം ഉണ്ടാവും, വാഴ വെച്ചിട്ടുണ്ടാവും, അല്ലേ? അങ്ങനത്തെ പഴങ്ങൾ, ഈ വിഷടിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കാം. പക്ഷെ ഞാൻ ഇടയ്ക്കൊക്കെ പേരയ്ക്കൊക്കെ മേടിച്ച് കഴിക്കൂട്ടോ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, മനുഷ്യനല്ലേ. അല്ല, ഞാൻ പറഞ്ഞു തരാണ്. ഞാനും ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. കുറച്ചൊക്കെ നടക്കൂട്ടാ. എന്നും ഞാനൊരു 1 മണിക്കൂർ നടക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴായി പിന്നെ ഒരാഴ്ച ആയിട്ട് ഞാൻ നടക്കാറില്ല. പിന്നെന്താ പറയാ, അപ്പൊ നല്ലപോലെ ഉറങ്ങുക, നല്ല ഭക്ഷണം കഴിക്കുക. പിന്നെ ഇതിലൊക്കെ ഉപരി നമ്മൾ എന്താ ചെയ്യേണ്ടത്? മനസ്സിനെ ഭയങ്കരമായിട്ട് ശാന്തമായിട്ടിരിക്കാൻ ശീലിപ്പിക്കണം. നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കും പ്രോബ്ഡ് ആയി അതിന് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാണ്ട് അപ്സെറ്റ് ആവും. മനസ്സ് അപ്സെറ്റ് ആവുമ്പോൾ അത് നമ്മുടെ ബോഡി എന്തായാലും എഫക്ട് ചെയ്യാണ്ടിരിക്കില്ല. അപ്പൊ മനസ്സ് ശാന്തമായിട്ടിരിക്കാൻ നമ്മൾ എന്തായാലും ശീലിക്കണം. അതിന് മെഡിറ്റേഷൻ ചെയ്യുക, പ്രാണായാമം ചെയ്യുക, അതൊക്കെ ഡെയിലി. ഇതിനൊന്നും വലിയ സമയങ്ങൾ വേണമെന്ന് ഞാൻ പറയില്ല. ഒരു ഹാഫ് ആൻ അവർ ഉണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. ഹാഫ് ആൻ അവർ നടക്കുക, ഹാഫ് ആൻ അവർ എടുത്തിട്ട് നമ്മൾ ഈ മെഡിറ്റേഷനും യോഗയ്ക്കും ഒക്കെ യൂസ് ചെയ്യാം. ഇതിനേൽ എത്രയോ നേരം നമ്മൾ കണ്ടിന്യൂസ് മൊബൈലിൽ നോക്കിയിരിക്കുന്നുണ്ട്. ആ മൊബൈലിൽ നോക്കിയിരിക്കുന്നതിൽ നിന്ന് കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി ഒന്നുകിൽ കാലത്തോ അല്ലെങ്കിൽ വൈകിട്ടോ മാറ്റിവെക്കാം. സുഹൃത്തുക്കളെ, നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ നിക്ഷേപം നിങ്ങളുടെ കാറോ അല്ലെങ്കിൽ വലിയ വീടോ അല്ലെങ്കിൽ വലിയ പ്ലോട്ട്, എന്താ പറയാ, പറമ്പോ ഒന്നുമല്ല, നിങ്ങളുടെ ബോഡി തന്നെയാണ്. ആ ബോഡി എന്ന് പറയുമ്പോൾ ഹെൽത്തി ബോഡി കേട്ടാ, വേറെ ഒന്നുമല്ല. നല്ലൊരു ഹെൽത്തി ആള് ആണെങ്കിൽ ലോകം മുഴുവൻ നമുക്ക് കീഴടക്കാൻ പറ്റും. ആരോഗ്യമുള്ള ഒരു മനസ്സും ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ എന്താണോ നമ്മൾ ആശിച്ചേക്കണേ, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലോകം അയാളുടെ കാൽ കീഴിലുണ്ടാവും. പക്ഷെ ആരോഗ്യമില്ലാത്ത ഒരാളുടെ കയ്യിൽ എന്ത് തന്നെ സമ്പത്തും കാറോ വീടോ എന്തുണ്ടായിട്ടും കാര്യമില്ല, ആളുടെ കാൽക്കില് ഒന്നും ഉണ്ടാവില്ല. എന്തുണ്ടായിട്ട് എന്താ കാര്യം? ആരോഗ്യമില്ലല്ലോ. ആരോഗ്യമില്ലാത്ത ഒരാൾക്ക് ഇതൊക്കെ കൊണ്ടിപ്പോ നമുക്ക് വയറടിച്ച് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ആശ, ആരോഗ്യമില്ല, കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കുക, ബഹുമാനിക്കുക. ശരീരത്തെ സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്നാണ് അവനവന്റെ ശരീരത്തെ. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാരി വലിച്ച് കഴിക്കാൻ തോന്നുമ്പോ പറയുക, ഈ ഹെൽത്ത് കേടാവും, അധികം കഴിക്കാൻ പാടില്ല. ഞാൻ വേറെ എൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ബ്രദറാണോ മോനാണോ അല്ലെങ്കിൽ അനിയന്മാരാണോ അവരോടും എനിക്ക് പറയാനുള്ളത്, സിഗരറ്റും ഒക്കെ വലിച്ച് നമ്മുടെ ശരീരം കേടാക്കുന്നതിലും ഭംഗി ഇത്രയും കൂടിയും കാലം ഇഷ്ടമുള്ളവരുടെ ഒപ്പം നമുക്ക് ലോകത്ത് ജീവിച്ച് തീർക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഹാബിറ്റൊക്കെ അവര് മാറ്റിയേ പറ്റുള്ളൂ. ഇതിപ്പോ ഈ പറയുന്നത് ആരെ പറ്റിയിട്ടാണെന്ന് അവര് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അവരുടെ ആരോഗ്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ദൈവത്തിനോടും പ്രകൃതിയോടും ചെയ്യുന്ന വലിയൊരു നന്ദി പറച്ചിലാണ് അത്, അല്ലെ? നമുക്ക് പ്രകൃതി
എല്ലാം തന്നിട്ടുണ്ട് നമുക്ക്. നല്ല വായു, നല്ല ഭക്ഷണം എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ എന്നും കാലത്ത് അല്ലെങ്കിൽ വൈകിട്ട്, കാലത്ത് എസ്പെഷ്യലി കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് കിടക്കയിൽ എണീറ്റിരുന്ന് ഞാൻ പൊതുവെ ചെയ്യുന്നത് കിഴക്കോട്ട് ഫേസ് ചെയ്തിരിക്കും. ഈസ്റ്റ് ഫേസ് ചെയ്തിരിക്കുക എന്ന് പറയും. അതൊക്കെ ഒരു ചെറുപ്പം തൊട്ട് ചെയ്യണതാണ്. എണീറ്റിരുന്ന് നന്ദി പറയും. ഇപ്പോഴായിപ്പം ഇന്നെ ചെയ്യുന്ന കാര്യമാണ്. നന്ദി പറയും എണീക്കാൻ പറ്റിയതിനും, പിന്നെ നല്ല ശ്വാസം കിട്ടിയതിനും, നമുക്ക് ചിരിച്ചെണീക്കാൻ പറ്റി, കൈ അനങ്ങണു, കാലനങ്ങണു, കണ്ണ് കാണാൻ പറ്റുന്നു, അല്ലെ? എല്ലാത്തിനും നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറയാം. എത്രയോ പേര് കിടപ്പിൽ കിടക്കുന്നവരുണ്ട്, ഒന്ന് ശ്വാസം കിട്ടാൻ ആശിക്കുന്നവരുണ്ട്, ഇല്ലേ? അതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞേ പറ്റുള്ളൂ, അല്ലേ? ഇപ്പോൾ നിങ്ങൾ ആരോഗ്യവാനാണെങ്കിൽ ചെറിയ പിണക്കങ്ങളുടെയും ഇണക്കങ്ങളുടെയും അപ്പുറത്തേക്ക് സെലിബ്രേറ്റ് യുവർ ഹെൽത്ത് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ. നന്ദി, നമസ്കാരം.